Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം CGPA സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. CGPA കേരള പയ്യന്നൂർ ബ്രാഞ്ചിന്റെ 2024-25 വാർഷിക സമ്മേളനം പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സമ്മേളനം CGPA സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണന് ശേഷം കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജമ്മു കാശ്മീരിനെ 3ആയി വിഭജിക്കുന്ന ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് അന്ന് രാവിലെയാണ് മെമ്പർമാരെ അറിഞ്ഞത്. ആ ഒരു പാരമ്പര്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു പെൻഷൻ ബില്ലൊന്നും മുൻകൂട്ടി അറിയാനുള്ള സാധ്യതയില്ല. അങ്ങനെ അത്ര ലാഘവത്തോടു കൂടിയാണ്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ 3 രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധ ദിനാചരണം നടത്തി. നമ്മുടെ പതിവ് ധർണകൾക്ക് അപ്പുറം ഒട്ടേറെ ആളുകൾ എല്ലാ കേന്ദ്രങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല രാജ്യവ്യാപകമായി വലിയ തോതിൽ പെൻഷൻ ഒരു അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ ഉള്ള ആളുകളെല്ലാം ആശങ്കപ്പെട്ടതിലേക്ക് വന്നു. ചടങ്ങിന് EA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K ബാലകൃഷ്ണൻ, V നിത്യാനന്ദൻ, VV നാരായണൻ, KP ഗംഗാധരൻ, VP സോമശേഖരൻ, MV ചന്ദ്രൻ, AK കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS അരങ്ങ 2025 കുടുംബശ്രീ കലാമേള സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS അരങ്ങ് 2025 കുടുംബശ്രീ കലാമേള സംഘടിപ്പിച്ചു. AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയായിട്ട് വേഷം കെട്ടി അഭിനയിച്ചിട്ടുണ്ട്. ഒരു നാടകത്തിൽ ഞാൻ അഭിനയിച്ചത് എനിക്ക് ഓർക്കുകയാണ്. പയ്യന്നൂർ ഡെവലപ്മെൻറ്റ് ഓഫീസർ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് ഒരു സമ്മാനം തന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ആ കാലത്ത് മറ്റ് മാർഗങ്ങളിൽ നിരവധി വേദികളിൽ ഈ സ്ത്രീ വേഷം കെട്ടി അഭിനയിക്കുന്നതിന് വേണ്ടി എനിക്കത് സാധിച്ചിരുന്നു എന്നതാണ്. ഞാനിത് പറഞ്ഞത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് സ്ത്രീകളെല്ലാത്തിലും നാടക അഭിനയത്തിലായാലും ശരി, സിനിമാ രംഗത്തായാലും ശരി, മറ്റ് വിവിധ മേഖലകളിൽ അവർ വലിയ തോതിൽ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ശോഭ ടീച്ചർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, വൈസ് ചെയർപേഴ്സൺ പ്രീതി KV, മെമ്പർ സെക്രട്ടറി രേഖ M എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും വയോജനങ്ങൾക്കുള്ള ഉപകരണങ്ങളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി 2024-25 ഉൾപ്പെടുത്തി വികലാംഗ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തി കണ്ടെത്തിയ ഭിന്നശേഷിക്കാർക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും വയോജനങ്ങൾക്കുള്ള ഉപകരണങ്ങളും വിതരണം ചെയ്തു. ഒന്നാം ഘട്ടത്തിൽ 23 ഭിന്നശേഷിക്കാർക്കും 27 വയോജനങ്ങൾക്കുമാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി മേഖലയിലുള്ളവർക്ക് മുഴുവൻ കൊടുക്കുന്നതിനു വേണ്ടി വന്നിട്ടുള്ള മുഴുവൻ പേരെയും ആരെയും നമ്മൾ അങ്ങനെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാവർക്കും കൊടുക്കുന്നതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ നമ്മുടെ വയോജന മേഖലയിൽ ധാരാളം പേർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് കേൾവിക്കുറവിൻ്റെ ഭാഗമായിട്ടാണ് ധാരാളം പേർ വന്നിട്ടുള്ളത്. അവർക്കെല്ലാം ഒറ്റയടിക്ക് കൊടുക്കാനുള്ള ഫണ്ട് ഉണ്ടായില്ല. ക്യാമ്പ് നടത്തി അവരെ സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചു. ഇപ്പോൾ സെലക്ട് ചെയ്തവർക്ക് നമ്മളിപ്പോൾ കൊടുക്കും. ഒരു മാസം ആകുമ്പോഴത്തേനും ബാക്കിയുള്ളവർക്ക് കൂടി നമുക്ക് അത് കൊടുക്കാൻ വേണ്ടി കഴിയും. അവിടെയും മറ്റാരെയും ആ രീതിയിൽ ഒഴിവാക്കിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡപ്രകാരം തന്നെയാണ് പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ഒരു മേഖല മാത്രമല്ല, വയോജന മേഖലയിൽ ധാരാളം പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ധാരാളം ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ വയോജനങ്ങൾ ഇന്ന് അണുകുടുംബ വ്യവസ്ഥയാവുമ്പോൾ വീടുകളിൽ മാത്രം അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, മെമ്പർമാരായ A. വത്സല, ലിസി ഏലിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K. മോഹനൻ എന്നിവർ സംസാരിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ K. രാധ സ്വാഗതവും ICDS സൂപ്പർവൈസർ രജനി MV നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. മാത്തിൽ ആലക്കാട്ടെ കേശവൻ മാസ്റ്റർക്ക് ജീവിതം മധുരതരമാണ്. 6 പെട്ടി തേനീച്ചയുമായി തേനീച്ച കൃഷി ആരംഭിച്ച കേശവൻ മാസ്റ്റർക്ക് ഇപ്പോൾ 40ഓളം പെട്ടികളുണ്ട്. ഇനിയും ഈ രംഗത്ത് ഉയരത്തിലെത്താനാകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ. തേനിനോട് മാത്രമല്ല തേനീച്ചകളോടും ഏറെ ഇഷ്ടമാണ് ആലക്കാട്ടെ കേശവൻ മാസ്റ്റർക്ക്. കുത്തുന്ന ഈച്ചകളോട് കൂട്ടുകൂടി തുടങ്ങിയ സ്നേഹം. അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് കേശവൻ മാസ്റ്റർ തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങിയത്. 6 പെട്ടി വെച്ചാണ് ആദ്യം കൃഷി തുടങ്ങിയത്. ഇപ്പോൾ 40ഓളം പെട്ടികളുണ്ട്. അല്പം ശ്രദ്ധ വെച്ചാൽ നല്ലൊരു വരുമാനം ലഭിക്കുമെന്നും എല്ലാ രംഗത്തുമുള്ള പ്രതിസന്ധികളെ ഈ രംഗത്തും ഉള്ളൂ എന്നും ഇദ്ദേഹം പറയുന്നു. ഹോർട്ടികോർപ്പിൻ്റെയും റോട്ടറി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന തേനീച്ച പരിശീലനത്തിൽ പങ്കെടുക്കുകയും ഹോർട്ടികോർപ്പിൻ്റെ നേതൃത്വത്തിൽ അവർ കൂട് സബ്സിഡി നിരക്കിൽ കൂട് തരികയും ചെയ്തു. ഒരു കൂടിന് പകുതി പൈസ മാത്രമേ കൊടുക്കണ്ടൂ. കൂടും ഈച്ചയടക്കം അവിടെ നിന്ന് എനിക്ക് ചെറുപുഴയിൽ നിന്ന് ചാക്കോച്ചൻ എന്ന് പറയുന്ന അവളെടുക്കുന്ന ഞാൻ എടുത്തത്. അതെല്ലാം ഹോർട്ടികോർപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ 10 കൂടെടുത്തിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 40-45 കൂടോളം പെട്ടികളുണ്ട്. ഓരോ വർഷവും ഞാൻ 10-80 കിലോ തേൻ ഒരു സീസണിൽ ഒരു 80 കിലോ വരെ മാക്സിമം ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം അതിൽ കൂടും. ഇപ്രാവശ്യം മുമ്പേ 20 പെട്ടി ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് 80 കിലോ തേൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 40-45 പെട്ടിയാകുന്ന സമയം എനിക്കിപ്പോൾ ഒരു 150-200 തേൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തേൻ സീസൺ കഴിഞ്ഞിട്ടില്ല. മെയ് മാസം വരെ തേൻ എടുത്തുകൊണ്ടിരിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇത്തവണത്തെ കൃഷിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. 200 കിലോ തേൻ മാത്രമേ ഇത്തവണ പ്രതീക്ഷിക്കുന്നുള്ളൂ. വിളവ് പകുതിയോളം കുറവാണ്. പെട്ടികൾ തുറന്ന് തേനടകൾ എടുത്ത് തേൻ ശേഖരിക്കുന്നത് സാവധാനത്തിൽ അതീവ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഒരു ഈച്ചയെപ്പോലും നോവിക്കാതെ തേനെടുക്കാൻ പ്രത്യേക പരിശീലനം നേടുകയും വേണം. തേനീച്ച കൃഷിക്ക് ഹോർട്ടികോർപ്പ് ഉൾപ്പെടെ സഹായം നൽകി വരുന്നുണ്ട്. വിപണി ഇതുവരെ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. ആവശ്യക്കാർ വീട്ടിലെത്തി തേൻ വാങ്ങാറുണ്ട്. ആവശ്യത്തിന് തേൻ നൽകാനില്ല എന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേയുള്ളൂ. തേനീച്ച കൃഷി കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെന്നാണ് കേശവൻ മാസ്റ്ററുടെ ആഗ്രഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സർവീസിൽ നിന്നും വിരമിക്കുന്ന പയ്യന്നൂർ നഗരസഭ കണ്ടീജന്റ് തൊഴിലാളി K. മോഹനന് യാത്രയയപ്പ് നൽകി. ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. 23 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പയ്യന്നൂർ നഗരസഭ കണ്ടീജന്റ് തൊഴിലാളി K. മോഹനന് ട്രേഡ് യൂണിയൻ സെന്ററിൽ യാത്രയയപ്പ് നൽകി. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ് യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൊതുവെ ഏറ്റവും ഒരു ശാരീരിക അധ്വാനം ആവശ്യമായ ജോലിയാണ്. സാധാരണ താൻ ചെയ്യുന്ന ജോലിയിലേക്ക് തൻ്റെ മക്കൾ വരണമെന്നാണ് ഞാൻ ജോലിയിരിക്കുന്ന ഒരാൾ
മക്കളെ പറയുന്നു, ഇതാണ് ഈ പഠിക്കുന്ന മക്കൾ. അത് ഈ പണിയുടെ ഒരു സ്വഭാവമാണ്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, NGO യൂണിയൻ ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി മനീഷ് KV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി P രാജീവൻ സ്വാഗതവും സുമതി KV നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. യുവതലമുറയെയും വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കുന്ന ലഹരിക്കെതിരെ കൈകോർക്കാം യുവതയ്ക്കായി എന്ന സന്ദേശ പ്രചരണവുമായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഭാഗമായി കൂട്ടിയോട്ടവും തെരുവോര ചിത്രരചനയും നടത്തി. മെയ് 2 കാസർഗോഡ് നടക്കുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കൈകോർക്കാം യുവതക്കായി എന്ന സന്ദേശമുയർത്തി ചെറുവത്തൂർ പയ്യങ്കി ജംഗ്ഷനിൽ നിന്നും പടന്ന ടൗണിലെ മൂസ ഹാജി മുക്കിലേക്ക് വിവിധ കായിക സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂട്ടയോട്ടം നടത്തി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്രീദാസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P രവീന്ദ്രൻ പരിപാടി വിശദീകരിച്ചു. കൂട്ടയോട്ടത്തിൽ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ പടന്ന ഷൂട്ടേഴ്സ് ഉൾപ്പെടെ വിവിധ കായിക സംഘടനാ ഭാരവാഹികളും കായിക താരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പടന്ന മൂസ ഹാജി മുക്കിൽ നടന്ന സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്രീദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ DYSP KJ ജോൺസൺ, മുൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M മുഹമ്മദ് റാഫി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. TV ബാലൻ, K വീരമണി, KP സതീഷ്, PT സുഭാഷ് ചന്ദ്രൻ, K പ്രമോദ്, KPV രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പടന്ന എന്ന് പറയുന്നത് ആ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള സഹകരിച്ച ആളുകള് നിരവധിയാണ്. ഇതിനുവേണ്ടി ആവശ്യപ്പെട്ട ശീതളപാനീയങ്ങള്, അതുമായി ബന്ധപ്പെട്ട സ്നാക്സുകള് ഞാൻ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 15-16 വയസ്സായ വീട്ടിൽ ഈ പറയുന്ന കുട്ടികളെ വീട്ടിൽ ഏർപ്പെടുന്ന ആരും കായികാധ്വാനമാണെങ്കിലും മറ്റെന്ത് അധ്വാനം. പ്രതിസന്ധികളെ അതിജീവിച്ചും കല്ലുമ്മക്കായ് കൃഷിയിൽ വിജയം കൊയ്ത ഏഴോം പഞ്ചായത്ത് കോട്ടക്കീലിലെ വനിതാ കൂട്ടായ്മ കുടുംബശ്രീ യൂണിറ്റുകൾ ചേർന്ന് നടത്തിയ കൃഷി വിളവെടുത്തു. കാലാവസ്ഥാ വ്യതിയാനവും പുഴയിൽ ചെളി നിറഞ്ഞതും കല്ലുമ്മക്കായ കൃഷിക്ക് ഏറെ വെല്ലുവിളികൾ സൃഷ്ടിച്ചുവെങ്കിലും കല്ലുമ്മക്കായ കൃഷിയിൽ നിന്ന് പിന്മാറാൻ ഏഴോത്തെ വനിതകൾ തയ്യാറായില്ല. സ്വര, ഹരിതശ്രീ തുടങ്ങി 13 JLG ഗ്രൂപ്പുകളാണ് പഴയങ്ങാടി പട്ടുവംപുഴയിൽ കല്ലുമ്മക്കായ കൃഷി ഇറക്കിയത്. ജനുവരിയിൽ വിത്തിറക്കി 4 മാസങ്ങൾക്കു ശേഷം വിളവെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ സബ്സിഡിയും ഏഴോം പഞ്ചായത്തിന്റെ സഹായവും ലഭിച്ചിട്ടുണ്ട്. മുളങ്കമ്പുകൾ വെള്ളത്തിൽ താഴ്ത്തി വിത്തുകൾ കമ്പയിൽ കോർത്ത് ഞാത്തുകെട്ടിയാണ് കൃഷിരീതി. കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവർ കല്ലുമ്മക്കായ കൃഷി ഇറക്കുന്നുണ്ട്. സ്വര JLG ഗ്രൂപ്പിന് O ശോഭനയും ഹരിതശ്രീ ഗ്രൂപ്പിന് V ബീനയുമാണ് നേതൃത്വം നൽകുന്നത്. ചൂടുകൂടിയതും മറ്റു കാലാവസ്ഥയും കൃഷിയെ സാരമായി ബാധിക്കുന്നുവെന്ന് ഇവർ പറയുന്നു. രീതി എന്ന് പറഞ്ഞാല് നമ്മള് മുള വളപെട്ടെന്നാന്ന് നമ്മള് ലോറിക്ക് മുള കൊണ്ടിരുന്നു. മുള കൊണ്ടുവന്ന് പിന്നെ ആണുങ്ങളെ ആക്കിയിട്ട് കുഴിച്ചിട്ടു. അതിന് അതിന് മുറിയത്തിൽ പടങ്ങ് കെട്ടി അത് വെച്ച പിന്നെ വിത്തിറക്കി കോഴിക്കോട് നിന്ന് മലപ്പുറത്തുനിന്ന് പിന്നെ ഇങ്ങ് കാസർഗോഡ് നിന്നല്ല വിത്ത് കൊണ്ട് തരുന്നു. അത് കൊണ്ടുവന്ന് നമ്മളിവിടെ വന്ന് കമ്പ വാങ്ങി കോട്ടൺ തുണി വാങ്ങി. കോട്ടൺ തുണിക്ക് ഒരു 100 മീറ്റർ കോട്ടൺ തുണിക്ക് 140 റുപ്യാന്ന് അവര് പണിക്കുന്നത്. അതുപോലെ കമ്പക്ക് ഒരു മീറ്ററിന് 8 റുപ്യ. പിന്നെ സൂചി, നൂല് സാധനമെല്ലാം വേണം. അത് കൊണ്ടുവന്ന് ആദ്യം പിന്നെ കോട്ടൺ തുണി നിലത്ത് വിരിച്ചു, അതിന്റെ മേലെ കമ്പ വെച്ചു, അതിന്റെ മേലെ വിത്തിട്ടിട്ട് 2 തലയും കൂടെ കൂട്ടി തുന്നി. എന്നിട്ട് ഈ കമ്പേന്റെ നടുക്കേ കൂടെ ഒരു പ്ലാസ്റ്റിക് കയർ കുറച്ച് നീളത്തിൽ ഇടണം. അതാണ് നമ്മൾ അവിടെ കെട്ടുന്നത്. അത് കെട്ടി ജനുവരിയിൽ നമ്മൾ വിത്തിട്ടു. ജനുവരിയിൽ വിത്തിട്ടിട്ട് 4 മാസം ആകുമ്പോൾ നമ്മൾ വിളവെടുത്തു. ഇനി ജൂണിലൊന്നും നിൽക്കാൻ പറ്റില്ല. മെയ് ലാസ്റ്റിലാകുമ്പോഴേക്ക് എടുത്തിട്ടില്ലെങ്കിൽ വിഷമം. 2 മഴ കൂട്ടി പെയ്താൽ പിന്നെ ഇത് ചത്തുപോകും. നല്ല വെള്ളടിയിൽ വന്നാൽ വായ വളക്കും. അതുകൊണ്ട് മെയ് ലാസ്റ്റ് ആവാൻ നിൽക്കല്ല, അതിനടക്കന്നെ നമ്മളെടുത്ത് തീർക്കുമെന്ന്. കല്ലുമ്മക്കായ വിളവെടുത്തു കഴിഞ്ഞാലും ഇവരുടെ അധ്വാനം വേണം. വൃത്തിയാക്കി എടുക്കുന്ന കല്ലുമ്മക്കായ മിതമായ നിരക്കിലാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. നിലവിൽ ആവശ്യക്കാർ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമായി വന്നാൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കും. ഇനി അടുത്ത വർഷം കൃഷി ഇറക്കുവാനുള്ള കാത്തിരിപ്പിലാണിവർ. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാടായി പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി ഉത്സവം
ഏപ്രിൽ 27 മുതൽ മെയ് 5 വരെ മാടായിപ്പാറ പാളയം ഗ്രൗണ്ടിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27 വൈകിട്ട് 6 മണിക്ക് ബോബി ചെമ്മണ്ണൂർ മാടായി ഉത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇശൽ നൈറ്റും അരങ്ങേറും. ഉത്സവത്തിന് മാറ്റുകൂട്ടാൻ അക്വേറിയങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. 28 മാടായി കോളേജിൽ ജില്ലയിലെ ജനപ്രതിനിധികൾക്കായി നടത്തുന്ന ജൈവ വൈവിധ്യ ശില്പശാല എം വിജയൻ MLA ഉദ്ഘാടനം ചെയ്യും. നാടൻപാട്ട്, നാടകം, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി, തിരുവാതിര, ആഷിമ മനോജ് നയിക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറും. വിളംബര ജാഥ മാടായി ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ, വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷൻ MP കുഞ്ഞിക്കാതിരി, അധ്യക്ഷന്മാരായ റഷീദ ഓട്ടിയിൽ, SKP വഹീദ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ കക്കോപ്രവൻ, P ജനാർദ്ദനൻ, സെക്രട്ടറി VP അജിത് കുമാർ എന്നിവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS അരങ്ങ് 2025 സർഗോത്സവം മാതമംഗലത്ത് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS അരങ്ങ് 2025 സർഗോത്സവം മാതമംഗലത്ത് വച്ച് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശരിയായ നിലക്ക് അതിന്റെ ഫംഗ്ഷനിങ്ങും അതിന്റെ യോഗങ്ങളും അതിന്റെ പരിപാടികളും യഥാവിധി നടക്കണം എന്ന അതിശക്തമായ നേതൃത്വപരമായിട്ടുള്ള നിർബന്ധ ബുദ്ധി കുടുംബശ്രീയിലെ സെക്രട്ടറിമാരും ADS മെമ്പർമാരും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ കാര്യങ്ങൾ ഭംഗിയാണ്. അയൽ പഞ്ചായത്തുകളിലൊക്കെ ഇത് കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പൊതുവായ വിഷയവും കുടുംബശ്രീകളോടുള്ള പൊതുവായ അംഗങ്ങളുടെ ഒരു മരവിപ്പോ മുരടിപ്പോ ഒന്നും അല്ല നമ്മുടെ പഞ്ചായത്തിലെ കാര്യം. CDS ചെയർപേഴ്സൺ ആലിസ് ജോയ് അധ്യക്ഷത വഹിച്ചു. TK രാജൻ, K സരിത, ജോസ് തോമസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ബാലസംഘം പയ്യന്നൂർ ഏരിയ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് എങ്ങും ഉജ്ജ്വല സ്വീകരണം. കണ്ടോത്ത് കിസാൻ സ്റ്റേഡിയത്തിൽ തുമ്പികളെ വരവേൽക്കാൻ ആബാലവൃദ്ധം ജനങ്ങൾ എത്തിച്ചേർന്നു. കണ്ടോത്ത് കിസാൻ സ്റ്റേഡിയത്തിലേക്ക് ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ വേനൽത്തുമ്പികളെ ആനയിച്ചു. തുടർന്ന് കലാവിരുന്ന് അവതരിപ്പിച്ചു. സംഗീതശില്പം, നാടകം, നൃത്തം, പാട്ടുകൾ തുടങ്ങിയവ ആസ്വദിക്കുവാൻ നിരവധി പേർ എത്തിച്ചേർന്നു. തുമ്പികൾക്കുള്ള ഉപഹാരങ്ങൾ CPIM വെള്ളൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി K പവിത്രൻ, KV ഷിതൻ, TP വിനീത, C ശ്രീജ, M പത്മനാഭൻ എന്നിവർ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മണിപ്പൂരിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസ് സീനിയർ ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായ കേരള ടീം അംഗം തായ്നേരി SAB ടീം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ബിൻ അബ്ദുള്ളയ്ക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്റ്റാഫ് അംഗങ്ങളും PTA പ്രതിനിധികളും മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ഏപ്രിൽ 17 മുതൽ 25 വരെ മണിപ്പൂരിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസ് സീനിയർ ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായ കേരള ടീം അംഗവും തായ്നേരി SAB ടീം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ബിൻ അബ്ദുള്ളയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിയിൽ തായ്നേരി SAB ടീം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളും PTA പ്രതിനിധികളും മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2025 ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ നടന്നു.
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2025 ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സ്ത്രീകൾക്കിടയിൽ സ്വാതന്ത്ര്യബോധം വളർന്നു വരുന്നതാണ്. അവർ രാഷ്ട്രീയ അംഗീകാരം കൈയാളുന്നവരിൽ പ്രവേശിക്കുകയാണ്. ജനപ്രതിനിധികളിൽ 53% പേർ ഇപ്പോഴും സ്ത്രീകളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും അവർ വളരെ പുറകിൽ തന്നെ. പക്ഷെ അതിന് വലിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ തന്നെ പൊതുധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലായിരിക്കണം കുടുംബശ്രീ കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായിട്ടുള്ള, അത് കേരളത്തിലേത് മാത്രമല്ല ഒരു വേള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ഉള്ളടക്കം സ്വാഭാവിക. ദിലീപ് പുത്തലത്ത്, കെ പത്മിനി, രേഷ്മ പരാഗൻ, ടി ഇ നിർമ്മല, സി എച്ച് പ്രദീപ് കുമാർ, പി എൽ ബേബി, കെ കൃഷ്ണൻ, കെ വി നിർമ്മല എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ആലപ്പടമ്പ് ശ്രീ വേട്ടയ്ക്കൊരു മകൻ കോട്ടം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ദിനമായ ഏപ്രിൽ 28 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം, 8 മണിക്ക് രാമന്തളി ശ്രീകൃത കളരി സംഘം ആലപ്പടമ്പ് ശ്രീ വേട്ടയ്ക്കൊരു മകൻ കോട്ടം കളിയാട്ട മഹോത്സവത്തിനും നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിനും തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. സ്വാമിമുക്ക് ടൗണിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. മെയ് 3 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ്, കളരിപ്പയറ്റ്, കോൽക്കളി തുടങ്ങിയ പരിപാടികൾ വരും ദിവസങ്ങളിൽ അരങ്ങേറും. കളിയാട്ട സമാപന ദിവസം ഊർപ്പഴശ്ശി ദൈവത്തിന്റെയും വേട്ടയ്ക്കൊരു മകൻ ദൈവത്തിന്റെയും പുറപ്പാട് നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉച്ചയ്ക്ക് 1 മണി മുതൽ അന്നപ്രസാദം, വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധ ദൈവനർത്തകൻ ബ്രഹ്മശ്രീ കോട്ടം ശങ്കരൻ നമ്പൂതിരി. YMRC പുഞ്ചക്കാടിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.